ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മോരുകറി വെക്കാവേ. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. സബോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നല്ല എരിവുള്ള ഒരു പച്ചമുളക് അരിഞ്ഞു കൊടുക്കാവേ. ഒത്തിരി മസാലയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എരിവുള്ള മുളക് തന്നെ എടുക്കണം കേട്ടോ. അത് അരിഞ്ഞിട്ട് കൊടുക്കാവേ. നല്ല എരിവായിരുന്നു ഈ മുളകിന്. ഇതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഞാൻ മോരുകറി വെക്കുമ്പം കായപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാവരും ഇട്ട് കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ എളുപ്പത്തിന് മോരുകറി വെക്കാറ്. കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. പിന്നെ ഈ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാവേ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും തൈര്. ഞാൻ തൈര് മിക്സിയിലിട്ട് അടിച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അതും പിരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈ വിടാതെ, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. മോരുകറി റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബായ്.